ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോട്ടോയുടെ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫോട്ടോയുടെ റെസൊല്യൂഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരു ബ്രൗസർ യൂസ് ചെയ്താൽ മതി. ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫോട്ടോ റെസൊല്യൂഷൻ ചേഞ്ച് എന്നുള്ളത് സെർച്ച് ചെയ്യുക. ഫോട്ടോ റെസൊല്യൂഷൻ ചേഞ്ച് എന്നുള്ളത് സെർച്ച് ചെയ്താൽ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് reduceimages.com എന്നുള്ള ഒരു വെബ്സൈറ്റ് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ എത്തുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അവിടുന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും നിങ്ങൾ ഈ ഒരു പേജിൽ എത്തുന്നതായിരിക്കും. എന്തായാലും ഇവിടെ നിങ്ങൾ സെലക്ട് ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിൽ നമ്മൾ എത്തുന്നതായിരിക്കും. ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഒരു എക്സാമ്പിളിന് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. അപ്പം ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്താൽ അതിൻ്റെ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ താഴത്തോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ പെർസെൻറ്റേജിലാണ് കിടക്കുന്നത്. അതായത് എത്ര ശതമാനം ഇതിൻ്റെ ആ ഒരു റെസൊല്യൂഷൻ കുറയ്ക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ 70% ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി പെർസെൻറ്റേജിൽ വേണ്ട, നിങ്ങൾക്ക് പിക്സൽസ് ആണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർസെൻറ്റേജിൽ ക്ലിക്ക് ചെയ്തിട്ട് പിക്സൽസ് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ പിക്സൽസ് കാണാൻ പറ്റും. ഇതിൻ്റെ ഒറിജിനൽ പിക്സൽസ് ഇതാണ്. ഇപ്പം എനിക്ക് വിഡ്ത്ത് ഇത്രയും വേണ്ട, 1000 റേഞ്ചിലാണ് എനിക്ക് വിഡ്ത്ത് വേണ്ടതെന്നുണ്ടെങ്കിൽ 1000 ഞാൻ ഇവിടെ എൻട്രി ചെയ്യാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഞാൻ 1000 എൻട്രി ചെയ്തപ്പോൾ തന്നെ ഹൈറ്റും അതിനനുസരിച്ചിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ലോക്ക് കാണാൻ പറ്റും. ആ ഒരു ലോക്ക് ഓൺ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരുമിച്ച് ചേഞ്ച് ആവുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത് ചേഞ്ച് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഇപ്പോൾ ലോക്ക് വേണമെങ്കിൽ ഓഫ് ആക്കാവുന്നതാണ്. ഓഫ് ആക്കിയിട്ട് ഹൈറ്റും വിഡ്ത്തും നമുക്ക് സെപ്പറേറ്റ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫോട്ടോയുടെ ആ ഒരു കംപ്ലീറ്റ് ഇത് പോവും. അപ്പം ഏറ്റവും ബെറ്റർ ഇത് ലോക്കാക്കി തന്നെ വെക്കുന്നതാണ്. ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യുക, അതിനനുസരിച്ചിട്ട് ബാക്കി ചേഞ്ച് ആവുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഒന്നുകിൽ പിക്സൽസിൽ സെലക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ പിക്സൽസിൽ സെലക്ട് ചെയ്തിട്ട് ഒരു 1000 കൊടുക്കുകയാണ് ഇവിടെ. അത് കഴിഞ്ഞാൽ ഇവിടെ ഏത് ഫോർമാറ്റിലാണ് ഇത് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ക്വാളിറ്റി എത്ര വേണമെന്ന് ചോദിക്കുന്നുണ്ട്. 100% വേണമെന്നുണ്ടെങ്കിൽ 100% ഒക്കെ വെക്കാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും അത് കഴിഞ്ഞാൽ റീസൈസ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റീസൈസ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇവിടെ താഴെ ഡൗൺലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇപ്പം ആ ഒരു ഫോട്ടോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഗാലറിയിൽ പോയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 1000x638 ആണ്. ആദ്യം അത് 1500 സംതിങ് ആയിരുന്നു. അപ്പം നമ്മളത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് ഒരു ഫോട്ടോയുടെ റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.